ഒന്നാമത് കത്രിയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പം അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളും ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും, എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പം ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാ വന്നതെന്ന് എന്താ ഇല്ല, കാണത്തില്ല. അത് ഒമ്മന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണത്തില്ല. അതെനിക്ക് അറിഞ്ഞോളാം, ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇല്ല. അതിലെ ഒരു കാര്യം വെച്ചാൽ പക്ഷെ 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറെ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന്, അതിന്റെ വേദനയായിരുന്നു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. അന്ന് കോവിഡ് ആയിരുന്നു. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. അതെ, ഇല്ല എനിക്ക് ഓർമ്മയില്ല. അന്ന് ഒന്നാമത് പ്രത്യേകിച്ച് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് കോവിഡിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. കോവിഡ് ഗർഭിണികൾ പ്രൈവറ്റ് ആശുപത്രിക്കാരൊന്നും എടുക്കുന്നില്ല, എല്ലാം ഞങ്ങളല്ലേ. ദൂരം കോവിഡ് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഒത്തിരി നമ്മളന്ന് ഫുൾ അതിലായിരുന്നു. അപ്പം നമ്മൾ ഈ ബാക്കി ഇലക്റ്റീവ് സർജറിയൊക്കെ ഒരുപാട് കുറച്ചായിരുന്നു. പക്ഷെ ഇത് 3.5 കിലോ ഉള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ ആയിരുന്നുകൊണ്ടാണ് 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി ചെയ്ത് 15-ന്, അത് ഇന്നലെ അവർ TV പറഞ്ഞതാണ്, 15-ന് വിട്ടു. എനിക്ക് ഓർമ്മയില്ല, 3 ദിവസം കൊണ്ട് അവരെ വിട്ടു എന്ന് അവർ പറഞ്ഞു ഇന്നലെ. അപ്പം അത്രയും സിൻസിയറായിട്ടും കാര്യമായിട്ടും അവരെ അന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ആരെയും കാണില്ല, അത് വെറുന്നോ. ഞാൻ ആരോടും പേടിച്ച, ഇവിടെ ആലപ്പുഴയുള്ള എല്ലാവർക്കും അറിയാം, ആരോടും ഞാൻ സർജറിക്ക് വേണ്ടി ഇന്ന് വരെ പൈസ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരോട് ഞാൻ മേടിച്ചിട്ടില്ല, അതും എനിക്ക് ഉറപ്പാണ്. അതല്ലേ പറ്റത്തുള്ളൂ, അല്ല എനിക്ക് പ്രൈവറ്റിൽ പോയി ചെയ്യാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. ഈ പ്രൈവറ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമില്ല. ആളുകൾ വന്ന് പല പരിചയത്തിന്റെ പേരിലും പലരും വിളിച്ചൊക്കെ ഈ രാഷ്ട്രീയക്കാർ തന്നെ വിളിച്ചു പറഞ്ഞൊക്കെ ഒത്തിരി പേര് വന്ന് എന്നെ കാണാറുണ്ട്. അതൊന്നും ഒരു വലിയൊരു മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ പോലെ വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മൾ സമ്പാദിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാനൊരു 38 കൊല്ലം ഗവൺമെന്റിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത ആളാണ്.